ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് അഗ്നിപരീക്ഷയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അഗ്നിപരീക്ഷയിൽ ആദ്യത്തെ പരീക്ഷ ശരിക്കും നമുക്ക് പ്രേക്ഷകർക്കുള്ളതായിരുന്നു. കാരണം ബിഗ് ബോസ് ഇന്നലെ വൈകുന്നേരം മുതൽ 3 മണിക്കൂർ, 2 മണിക്കൂർ, 1 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രൊമോ ഒക്കെ അപ്ലോഡ് ചെയ്തു. എന്നിട്ട് അങ്ങനെ 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും എന്നാണ് അപ്ലോഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. ബിഗ് ബോസ് അഗ്നിപരീക്ഷ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 12 മണിയായപ്പോൾ പ്രേക്ഷകരെല്ലാം ആകാംക്ഷയോടെ കാത്തിരുന്നു. അങ്ങനെ പ്രേക്ഷകരുടെ ക്ഷമയെ പരീക്ഷിക്കുക എന്നുള്ള ഒരു പരീക്ഷയാണ് ആദ്യമായിട്ട് പ്രേക്ഷകർക്കുണ്ടായിരുന്നത്. ആദ്യത്തെ അഗ്നിപരീക്ഷ പ്രേക്ഷകർക്കുള്ളതായിരുന്നു. അതിനുശേഷം റെനീഷ വരുന്നു. റെനീഷ ഫ്ലോറിൽ വന്നതിന് ശേഷം ജഡ്ജസിനെ പരിചയപ്പെടുത്തുന്നു. അതിനുശേഷം ഫ്ലോറിന് വെളിയിലാണ് ഒരു ടാസ്ക് ഉള്ളത്. മണിച്ചിത്രത്താഴ് എന്നാണ് ആ ടാസ്കിന്റെ പേര്. അതായത് 2 കാർഡുണ്ട്, അതുപോലെ താഴും താക്കോലും ഉണ്ട്. അപ്പോൾ ആ കാർഡിൽ പറയുന്ന ക്ലൂ ഉപയോഗിച്ചിട്ട് ആ താഴ് തുറക്കുക എന്നുള്ളതാണ്. അപ്പോൾ കാർഡും താക്കോലും എല്ലാം ഒരാളുടെ കയ്യിലായിരിക്കണം. അങ്ങനെ പൂജ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി ആദ്യം കാർഡ് പുള്ളിക്കാരിയുടെ കയ്യിലുണ്ട്, താഴ് തുറക്കാൻ പറ്റുന്നില്ല, കെട്ടിയ താക്കോല് വെച്ച് തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരാൾ സഹായിയായിട്ട് വന്നു. അപ്പോൾ സഹായിയുടെ കയ്യിൽ താക്കോലുണ്ടെന്ന്, പക്ഷേ ലാസ്റ്റ് സഹായി പറഞ്ഞു എൻ്റെ കയ്യിലാണ് താക്കോലുള്ളത്, അവരുടെ ഈ കാർഡാണ്. അങ്ങനെ പൂജ പിന്നെ അന്നേരം കരച്ചിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പറയും ഞാൻ എന്തായാലും വിട്ടുകൊടുക്കത്തില്ല, എനിക്ക് തന്നെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ പൂജയ്ക്ക് ഒരു അവസരം കൊടുത്തു. അങ്ങനെ അവർ ഈ 20 പേരിലേക്ക് സെലക്ട് ആയിട്ടുണ്ട്. അങ്ങനെ ആ ടാസ്ക് വിജയകരമായിട്ട് പൂർത്തിയാക്കിയ 20 മത്സരാർത്ഥികളെ കൂട്ടിക്കൊണ്ട് റെനീഷ ഫ്ലോറിലേക്ക് വരുന്നു. ഫ്ലോറിൽ വന്നതിന് ശേഷം അവർ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നെ ജഡ്ജസ് 3 പേരും 3 ടീമിനെ തിരിക്കുന്നുണ്ട്. അവരുടെ ടീമിലേക്ക് 7 പേരെ വെച്ചിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു ടീമിൽ മാത്രം ഒരാൾ കുറവുണ്ട്. കാരണം മത്സരാർത്ഥികൾ 20 പേരാണല്ലോ, മൊത്തത്തിൽ 21 പേര് വേണ്ടേ. അപ്പോൾ ഒരു ടീമിൽ ഒരാൾ കുറവുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് അഖിൽമാരാരുടെ ടീമിലാണെന്ന് തോന്നുന്നു ഒരാൾ കുറവുള്ളത്. പിന്നെ രഞ്ജിനിയുടെ ടീമിൽ മൊത്തം പെൺപുലികളാണ്. പിന്നെ ഈ കരഞ്ഞ് എനിക്ക് അവസരം വേണമെന്ന് പറഞ്ഞ പൂജയെ തന്നെ റിയാസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. റിയാസിന്റെ ടീമിലാണ് പൂജയുള്ളത്. പിന്നെ അവർക്ക് അവിടെയും വേറെ ടാസ്കുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് എപ്പിസോഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മിക്കവാറും റിയാസും അഖിലും തമ്മിൽ ഇടയ്ക്കൊരു അടിയുണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം രണ്ടുപേരുടെയും സംഭാഷണത്തിൽ നിന്നൊക്കെ അങ്ങനെയാണ് തോന്നുന്നത്. കാരണം മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന ടൈമിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഈ ചെകുത്താനും കടലിനും ഇടയ്ക്ക് അകപ്പെട്ട ഒരു വ്യക്തിയുടെ അവസ്ഥയിലാണ് രഞ്ജിനി ഹരിദാസ് ഇരിക്കുന്നത്. കാരണം രണ്ടുപേരുടെ നടുക്കാണ് രഞ്ജിനിയുടെ സീറ്റ്. പിന്നെ അതുപോലെ തന്നെ ടാസ്കുകളുടെ കാര്യം പറയുകയാണെങ്കിൽ റിയാസിന്റെ ടീമിനും ഓരോ ടാസ്ക് വീതം ഉണ്ടായിരുന്നു. റിയാസിന്റെ ടീമാണ് ആദ്യം ടാസ്ക് ചെയ്യാനായിട്ട് വന്നത്. അത് സ്കെയിലും കപ്പും ഉപയോഗിച്ച് പിരമിഡ് നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു ആ ടാസ്ക്. നിശ്ചിത സമയത്തിനുള്ളിൽ ടാസ്ക് ചെയ്ത് അതിൽ വിജയിച്ചിരിക്കുന്നത് 3 പേരാണ്. അതിൽ അഫിറാം, അതുപോലെ അനക്ക, പ്രണവ്, ഇവർ 3 പേരാണ് വിജയിച്ചിട്ടുള്ളത്. അതിൽ ഇൻഫിനിറ്റി പെൻഡൻ കരസ്ഥമാക്കിയിരിക്കുന്നത് പ്രണവാണ്. രണ്ടാമതായിട്ട് ടാസ്ക് ചെയ്യാനായിട്ട് വന്നത് രഞ്ജിനിയുടെ ടീമാണ്. അത് ഇന്ന ഔട്ട് എന്നായിരുന്നു ആ ടാസ്കിന്റെ പേര്. അത് ജഡ്ജസിന്റെ പേര് ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ കഴിഞ്ഞ ബിഗ് ബോസിലേക്ക് ഇവര് കുളങ്കര കളിച്ചിട്ടുള്ളത് പോലെ അങ്ങനെ ഒരു ടാസ്ക് ആണ്. അതിൽ ജയിച്ചിട്ടുള്ളത് പാർവതിയാണ്. ആ പവർ കരസ്ഥമാക്കിയിരിക്കുന്ന പാർവതിയാണ്. മൂന്നാമത് അഖിലിന്റെ ടീം വന്നു. അതിലൊരാൾ കുറവാണ്, എങ്കിലും ആ ടീമിൽ ജയിച്ചിട്ടുള്ളത് ഷിജിനാണ് വിജയിച്ചിട്ട് ആ പവർ കരസ്ഥമാക്കിയത്. ഈ ടാസ്കുകൾക്ക് ശേഷം റെനീഷ ചോദിക്കുന്നുണ്ട് പുറത്ത് നിൽക്കുന്ന അവരെ എന്ത് ചെയ്യണം, അവർക്കൊരു അവസരം കൂടി കൊടുക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി അവർക്കൊരു അവസരം കൂടിയുണ്ട്. അവരെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അവർ ഇതുപോലെ ടാസ്കുകൾ ചെയ്ത് വേറെ എന്തെങ്കിലും ടാസ്കുകളായിരിക്കും ഒരുപക്ഷെ കൊടുക്കുന്നത്. അങ്ങനെ അതിൽ നിന്ന് അവർ ഇതിലേക്ക് സെലക്ട് ആകുമായിരിക്കും. കാരണം ഇത്രയും ആൾക്കാരിൽ നിന്ന് 40 പേരെ അവർ തിരഞ്ഞെടുത്തിരിക്കുന്നതല്ലേ. അപ്പോൾ അവർ 40 പേരും ഈ ടാസ്കുകൾ വഴി അതിനുശേഷമായിരിക്കും അവർ പുറത്ത് ആക്കുന്നത്. കാരണം ഈ ജഡ്ജസ് ഇവരുടെ കയ്യിൽ ഓരോ പേപ്പറുകളുണ്ട്. അവർ ആദ്യത്തെ ഓഡിഷനിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇവരുടെ നിലപാടുകൾ എന്താണ്, അന്ന് പറഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ ഇവർ സംസാരിക്കുന്നതും തമ്മിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നൊക്കെ ഇവർ നോക്കുന്നുണ്ട്. ഇപ്പോൾ അകത്ത് പ്രവേശിച്ചിരിക്കുന്ന ആളുകളിൽ ഒരുപാട് വീട്ടമ്മമാരായിട്ടുള്ളവരുണ്ട്. അവർ ആക്റ്റീവാണ്, നല്ലപോലെ ടാസ്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ മുമ്പോട്ടുള്ള കാര്യം എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ലല്ലോ ഇപ്പോൾ. പിന്നെ ഇവരുടെ നിലപാടുകളെ കുറിച്ചൊക്കെ ഓരോ രീതിയിലും ഇവർ മൈൻഡ് ഗെയിമും ജഡ്ജസ് ചെയ്യുന്നുണ്ട്. അതിൽ രഞ്ജിനിയുടെ ടീമിൽ വന്ന ഒരു വ്യക്തിയോട് രഞ്ജിനി ചോദിക്കുന്നുണ്ട് മുൻകാല സീസണിൽ ഏത് മത്സരാർത്ഥിയായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന്. അപ്പോൾ അവർ പറയുന്നു സംശയം എന്താ, എനിക്ക് രഞ്ജിനിയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ രഞ്ജിനിയുടെ കയ്യിലിരിക്കുന്ന പേപ്പറിൽ ഇവർ നേരത്തെ പറഞ്ഞിരിക്കുന്നത് പേളിമാണി എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നിലപാടുകൾ മാറ്റി പറയുന്നവരെയൊക്കെ ഇപ്പോൾ തന്നെ അവിടെ വാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ നിലപാടിലൊക്കെ ഉറച്ചു നിൽക്കുന്നവരായിരിക്കും ഹൗസിൽ വരുന്നത്. അടുത്തതായിട്ടുള്ളത് ഇനി ഇപ്പോൾ പുറത്ത് നിൽക്കുന്ന 20 മത്സരാർത്ഥികൾക്ക് അകത്ത് പ്രവേശിക്കാനായിട്ടുള്ള ടാസ്കുകളായിരിക്കും. അതിനുശേഷം അവർക്ക് കഴിഞ്ഞ ദിവസത്തെ പോലെ വേറെ ടാസ്കുകളും ഉണ്ടായിരിക്കും. ആദ്യത്തെ 2 എപ്പിസോഡുകൾ 40 മത്സരാർത്ഥികളെ വെച്ചിട്ടുള്ള മത്സരമാണ് നടക്കുന്നത്. അതിനുശേഷമായിരിക്കും ശരിക്കുമുള്ള അഗ്നിപരീക്ഷ ആരംഭിക്കുന്നത്.
ആങ്കർ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ റെനീഷ ബുദ്ധിമുട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം ഈ മത്സരാർത്ഥികളെ മാത്രമല്ല ഈ ജഡ്ജസിനെ നിയന്ത്രിക്കേണ്ടതായിട്ട് വരും. കാരണം ഇവർ തമ്മിൽ എപ്പോഴും അടി ഉണ്ടാകുമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം പ്രത്യേകിച്ച് അഖിലും റിയാസും തമ്മിൽ ഏത് സമയവും അടി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.